നമോ ഭഗവതേ വാസുദേവായ. ഹരിനാമ കീർത്തനം. പ്രപഞ്ച തത്വങ്ങളെ കുറിച്ചാണ് എഴുത്തച്ഛൻ 25-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അയ്യഞ്ചും അഞ്ചും ഉടൻ അയ്യാറും എട്ടും ഉടൻ ഔവണ്ണമെട്ടും ഉടൻ എൺമൂന്നും ഏഴും അഥ ചൊവ്വോടൊരഞ്ചും അഭി രണ്ടൊന്നു തത്വമതിൽ മേവുന്ന നാഥ ഹരിനാരായണായ നമ. അനേക നാമരൂപങ്ങളിൽ കാണപ്പെടുന്ന പ്രപഞ്ചം 96 മൂലതത്വങ്ങളിൽ ഒതുങ്ങുന്നു. ആ തത്വങ്ങൾക്കുള്ളിൽ എല്ലാറ്റിനും നാഥനായി വർത്തിക്കുന്ന ഹരിനാരായണനായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ തത്വങ്ങൾക്കുള്ളിലെ പൊരുളിനെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. തത്വങ്ങളുടെ സംഖ്യയെക്കുറിച്ച് വളരെ അഭിപ്രായ ഭേദങ്ങളുണ്ട്. 25 പ്രപഞ്ച തത്വങ്ങളാണ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഇവിടെ ആകെ 96 തത്വങ്ങൾ എന്ന നിലയിലാണ് ഇവിടെ എഴുത്തച്ഛൻ സ്വീകരിച്ചിരിക്കുന്നത്. ആ ഒരു 96 എന്ന് പറയുന്ന ആ സംഖ്യയെ പറ്റി വളരെ കൗതുകകരമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഞ്ച് എന്ന് പറഞ്ഞാൽ 5 ഗുണം 5. അപ്പോൾ ആ 5 കാര്യങ്ങളാണ് പറയുന്നത്. പഞ്ചതന്മാത്രകൾ 5: രൂപം, ഗന്ധം, ശബ്ദം, രസം, സ്പർശം. പഞ്ചഭൂതങ്ങൾ 5: ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ജ്ഞാനേന്ദ്രിയങ്ങൾ 5: കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്. കർമ്മേന്ദ്രിയങ്ങൾ 5: വാക്ക്, പാദം, പാണി, പായു, ഉപസ്ഥം. ഇനി ഈ കർമ്മേന്ദ്രിയങ്ങളുടെ വൃത്തികൾ 5: വാക്ക് വചനം, പാദം ഗമനം, പാണി ആദാനം കൊടുക്കുക വാങ്ങുക, അത് പായു വിസർജനം, ഉപസ്ഥം ആനന്ദം. അങ്ങനെ 5. ഇനി 5 ഇനി വേറൊരു 5 പറയാണ്. പഞ്ചപ്രാണനുകളാണ് അത്. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ. 5 ഉടൻ എന്ന് പറഞ്ഞാൽ അടുത്തത് എന്നുള്ള അർത്ഥത്തില്. ഉടൻ 6 8. ഒരു 5 6 6 5 6 5 അധികം 6 6 5 11. അപ്പോൾ 6 അതിലെ 5 എന്ന് പറയുന്നത് ഈ പ്രാണന്റെ ഉപപ്രാണനുകൾ 5: നാഗൻ, കൂർമൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ. ഇനി അതിൽ വരുന്ന 6 ആധാരങ്ങൾ, ഷഡാധാരങ്ങൾ: മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, ആജ്ഞ, വിശുദ്ധി. ഉടൻ 6. അടുത്തത് 8. 8. ഇനി വരുന്നത് 8 ദോഷങ്ങൾ, അഷ്ടദോഷങ്ങൾ: രാഗം, ദ്വേഷം, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. അപ്പോൾ 5 ഉടൻ 6 8 അത്രയും കഴിഞ്ഞു. ഇനി ഉടൻ ഔവണ്ണം 8. അതുപോലെ ഇനി ഒരു 8 എന്നുള്ളതാണ് ഔവണ്ണം 8 എന്ന് പറയുന്നത്. അതെന്താണ്? അന്ധക്കരണവും വൃത്തികളും. അന്ധക്കരണം മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം. ഇതാണ് അന്ധക്കരണം എന്ന് പറയുന്നത്. അതിൻ്റെ വൃത്തികളാണ് മനസ്സിൻ്റെ വൃത്തി സങ്കല്പം, ചിത്തത്തിൻ്റെ വൃത്തി സ്മരണം, ബുദ്ധിയുടെ വൃത്തി നിശ്ചയം, അഹങ്കാരത്തിൻ്റെ വൃത്തി അഭിമാനം. അങ്ങനെ അന്ധകരണവും വൃത്തികളും ചേർന്ന് 8. ഔവണ്ണം 8. ഉടൻ 8 8 ഗുണം 3 83. നാഡികൾ: 1 നാഡികൾ ഇട പിംഗള സുഷുമ്ന. 2 മണ്ഡലങ്ങൾ: സൂര്യമണ്ഡലം, ചന്ദ്രമണ്ഡലം, അഗ്നിമണ്ഡലം. 3 ഏഷണകൾ എന്ന് പറഞ്ഞ ആഗ്രഹങ്ങൾ: പുത്രേഷണം, ധാരേഷണം, വിത്തേഷണം. വിത്തേഷണം എന്ന് പറഞ്ഞാൽ സമ്പത്തിലുള്ള ആഗ്രഹം, ധാരേഷണം ജീവിത പങ്കാളി വേണമെന്നുള്ള ആഗ്രഹം, പുത്രേഷണം മക്കളുണ്ടാകണമെന്നുള്ള ആഗ്രഹം. പിന്നെ വരുന്നത് ദോഷങ്ങൾ. 3 വാദം, പിത്തം, കഫം. 5-ാമത്തേത് ഗുണങ്ങൾ: 3 ഗുണങ്ങൾ: സത്വം, രജസ്, തമസ്. 6-ാമത്തേത് 3 അവസ്ഥകളാണ്: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. 7-ാമത്തേത് ഈ 3 അവസ്ഥകളിലും ഉള്ള നാഥന്മാർ,
ദേഹനാഥന്മാരാണ് വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ. എട്ടാമത്തേത് വരുന്നത് ശരീരങ്ങളെ സ്ഥൂലം, സൂക്ഷ്മം, കാരണം. അപ്പോൾ 3 കഴിഞ്ഞു. 3 കഴിഞ്ഞാൽ 7. ഇനി ഒരു 7ആണ്. ആ 7 എന്ന് പറയുന്നത് ധാതുക്കളാണ്. ത്വക്ക്, രക്തം, മാംസം, അസ്ഥി, മജ്ജ, മേധസ്, ശുക്ലം. 7 ധാതുക്കൾ. അങ്ങനെ 7 അഥ ചൊവ്വോട് ഒരു 5. ഇനി ഒരു 5 വരുന്നു. അടുത്ത 5 എന്ന് പറയുന്നത് കോശങ്ങൾ. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ചൊവ്വോടൊരഞ്ചും അഭി 2 1 2ഉം 1, അതായത് 3. ആ 3 എന്ന് പറയുന്നത് താപങ്ങൾ. 3 താപങ്ങളാണ് ഉള്ളത്. ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം. ഇത്രയും എല്ലാം ഇത് ആകെ കൂടി 96 തത്വങ്ങളാണ്. ഈ തത്വങ്ങളിലെല്ലാം എല്ലാറ്റിനും നാഥനായി വർത്തിക്കുന്ന ഭഗവാനെ ഹരിനാരായണ അങ്ങേക്ക് നമസ്കാരം. അയ്യഞ്ചു മഞ്ചുമുടനയ്യാറുമെട്ടു മുടനൗവണ്ണമെട്ടു മുടനെൺ 3 7മഥ ചൊവ്വോടൊരഞ്ചുമഭി 2 തത്വമതിൽ മേവുന്ന നാഥ ഹരിനാരായണായ നമഃ. ഒരേ കാരണവസ്തു തന്നെ പല രൂപത്തിൽ കാണപ്പെടുന്നതാണ് ഈ കാണുന്ന പ്രപഞ്ച ദൃശ്യങ്ങൾ എന്ന് ഗീതകൾ പറയുന്നു. എന്നാൽ ഈ ഗീതകൾ കേൾക്കുന്നതിനും അത് അർത്ഥം മനസ്സിലാക്കുന്നതിനും ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതിനെക്കുറിച്ചാണ് എഴുത്തച്ഛൻ 26ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഓതുന്നു ഗീതകൾ ഇതെല്ലാം അതെന്ന് പൊരുളേതെന്നു കാൺമതിന് പോരാ മനോബലവും ഏതെങ്കിലും കിമപി കാരുണ്യമിന്നു തവ സാധിക്കവേണ്ടു ഹരിനാരായണായ നമഃ. ഇതെല്ലാം അതാണ് എന്ന് ഗീതകൾ പറയുന്നു. ഇതിൻ്റെ പൊരുൾ ഏതെന്ന് കാണാൻ വേണ്ടത്ര മനോബലം ഇല്ലതാനും. ഏതായാലും അങ്ങയുടെ അല്പം കാരുണ്യം കൊണ്ട് മാത്രമേ അത് സാധിക്കാനാവൂ. അതിനാൽ ഹരിയും നാരായണനുമായ ഭഗവാനെ അങ്ങേക്കായി നമസ്കാരം. ഇക്കാണായ പ്രപഞ്ച ദൃശ്യങ്ങളും അവയുടെ തത്വങ്ങളുമെല്ലാം ഒരേ വസ്തു തന്നെ പല രൂപത്തിൽ കാണപ്പെടുന്നതാണെന്ന് ഗീതകൾ പറയുന്നു. ഗീത എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മയിലെത്തുക ഭഗവത്ഗീതയാണ്. എങ്കിലും വേറെയും പല ഗീതകളും ഉണ്ട്. അധ്യാത്മരാമായണത്തിൽ ഉള്ളതാണ് രാമഗീത. അതുപോലെ ഭാഗവതത്തിൽ ഹംസഗീത, കപിലഗീത, ഭിക്ഷുഗീത, അങ്ങനെ പല ഗീതകളും ഉണ്ട്. വേദാന്ത തത്വങ്ങളാണ് ഈ ഗീതകളിലെല്ലാം പ്രതിപാദിച്ചിരിക്കുന്നത്. എല്ലാ ഗീതകളും പരമസത്യമായി ഉയർത്തിക്കാട്ടുന്ന തത്വം ഒന്നു തന്നെയാണ്. അതാണ് ബ്രഹ്മം. എഴുത്തച്ഛൻ പറയാണ്, ഇതിൻ്റെ പൊരുൾ, ഈ തത്വത്തിൻ്റെ പൊരുൾ വിചാരം ചെയ്ത് ബോധ്യപ്പെടുന്നതിനോ അനുഭൂതിയായി നേടുന്നതിനോ തക്ക മനോബലം ഇല്ലതാനും. എന്ന് പറഞ്ഞാൽ ഈ ഗീതകളെല്ലാം കേൾക്കുമ്പോഴും അത് പഠിക്കാനായിട്ട് ആഗ്രഹിച്ച് അതിലുള്ള തത്വങ്ങളെ ഉൾക്കൊണ്ട് ആ ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കണം. അങ്ങനെ അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം. അതാണ് ആ തത്വങ്ങൾ ഉൾക്കൊള്ളാൻ ഉള്ള ആ ഒരു മനോബലം, അത് ഇല്ലതാനും എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. അപ്പോൾ അതിനുള്ള മനോബലം ആർക്കാണ് മനോബലമുള്ളത്? ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന സ്ഥിതപ്രജ്ഞൻ, അങ്ങനെയുള്ളവർക്കാണ് ആ മനോബലം കൈവരികയുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് ദുഃഖങ്ങളിൽ ഇളകാത്ത മനസ്സ് ആർക്കുണ്ടോ, സുഖങ്ങളിൽ ആർക്ക് ആസക്തി ഇല്ലാതിരിക്കുന്നുവോ, രാഗം, ഭയം, ക്രോധം മുതലായവ ആർക്ക് ഇല്ലാതിരിക്കുന്നുവോ അവനാണ് സ്ഥിതപ്രജ്ഞൻ. അവൻ മനസ്സിലെ കാമനകളെല്ലാം വെടിഞ്ഞ് സന്തുഷ്ടനായിരിക്കും. ഒന്നിലും പ്രത്യേകിച്ചൊരു പ്രീതി ഇല്ലാത്തവനും വിഷയങ്ങളിൽ നിന്നും, ഭൗതികമായ വിഷയങ്ങളിൽ നിന്നും
ഇന്ദ്രിയങ്ങളാണല്ലോ വിഷയങ്ങളെ നമ്മളിൽ എത്തിക്കുന്നത്. ആ വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുന്നതിനുള്ള കഴിവുള്ളവനായിരിക്കും. അങ്ങനെയുള്ള ഒരാൾക്കാണ് മനോബലം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. എഴുത്തച്ഛൻ പറയുന്നത്, എനിക്ക് ഈ ഒരു അവസ്ഥ ഞാൻ നേടിയിട്ടില്ല, അതിനാലാണ് പോരാ മനോബലവും എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അല്പം ഈശ്വര കാരുണ്യമുണ്ടായാൽ മാത്രമേ മനോബലം ലഭിക്കാനും ഇതിൻ്റെ എല്ലാം പൊരുൾ കണ്ടെത്താനും സാധിക്കുകയുള്ളൂ. എത്ര ഗീതകൾ പഠിച്ചാലും ലക്ഷ്യപ്രാപ്തിക്ക് ഭഗവത് കാരുണ്യം കൂടി ആവശ്യമാണെന്ന് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നു. ഓതുന്നു ഗീതകളിതെല്ലാം അതെന്ന് പൊരുളേതെന്നു കാൺമതിനു പോരാ മനോബലവും. ഏതെങ്കിലും കിമപി കാരുണ്യമിന്നു തവ സാധിക്ക വേണ്ടു. ഹരിനാരായണായ നമഃ.